Ammies, welcome back to our family. ചത്തോന്നറിയാൻ വന്നാണല്ലടാ. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്, അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ പറയരുത്. ഇത്രയും ലേറ്റ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിച്ചു വരുന്നതല്ല ഗൈസ്. എന്റെ സാഹചര്യങ്ങൾ എന്നെ അങ്ങനെ ആക്കുന്നതാണ്. അധികം വൈകാതെ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഞാൻ നമ്മുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നീണ്ട 4 വർഷങ്ങളാവാൻ പോവുകയാണ്. സ്റ്റാർട്ട് ആക്കിയപ്പോഴേ നിങ്ങൾ ഈ കാണുന്ന വീഡിയോസോ FFO റോസ്റ്റിംഗ് വീഡിയോസോ ഒന്നും അല്ല ഇട്ട് തുടങ്ങിയത്. മറിച്ച് മലയാള മൂവി സീൻസ് വെച്ച് BTS ആയിട്ടുള്ള കൊളാബായിരുന്നു. അതായത് മലയാളം മൂവി സീൻസ് BTS ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ടൈപ്പ് വീഡിയോസ്. കുറച്ച് ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള മലയാളം മൂവി സീൻസ് എടുക്കും, എന്നിട്ട് അത് വെച്ച് BTSുമായിട്ട് എഡിറ്റ് ചെയ്യും. അന്ന് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യും എന്നുള്ള കോൺഫിഡൻസിലാണ് കയറിയത്. പക്ഷെ ഇപ്പൊ ആ പഴയ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലായി എന്റേത് വെറും ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എന്ന്. വെറും ചോരത്തിളപ്പ്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. അപ്പോ ആ ചോര തിളച്ച് ഞാൻ ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് കാണണ്ടേ? കം ഓൺ ഗൈസ്, ലെറ്റ്സ് റോസ്റ്റ് മീ ടുഗദർ. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ 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 എന്തോ കുഴപ്പമുണ്ടല്ലോ. അമ്മേ, ഇതായിരുന്നു എന്റെ ആദ്യത്തെ മൂവി എഡിറ്റ്. ഒരു തുടക്കക്കാരി ആയോണ്ട് വെറുതെ വിടാല്ലേ ഗൈസ്? അതോ എണ്ണയിലിടണോ? എഡിറ്റിങ് എവിടെയൊക്കെയൊക്കെയോ ഓക്കെയാണ്, ബട്ട് ബാക്കി എവിടെയൊക്കെയൊക്കെയോ പോകുന്നുണ്ട്. ഒരു തുടക്കക്കാരി ആയിരുന്നത് കൊണ്ട് ഈ വിശാല മനസ്കനായ ആശാൻ എന്നോട് തന്നെ ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ ഏകമുള്ളൊരു ആശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസ് ഒന്നും അവര് കാണൂല എന്നുള്ളതാണ്. നെക്സ്റ്റ് വീഡിയോ എന്ത് തല്ലിപ്പുള്ളി പാട്ട്. നിനക്ക് പ്രാന്താളി വേണ പന്നി. ഇത് അന്ന് ഭയങ്കര ഹിറ്റായ ഒരു വീഡിയോ ആണ്. ഇതിന് ഫസ്റ്റ് വീഡിയോയുടെ അത്ര കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം എങ്ങനെയോ സെറ്റാക്കിയിട്ടുണ്ട്. 2 ഗായകരുടെ ആത്മാർത്ഥത നോക്കിക്കേ. അതിലും ജൂണിച്ചനാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ്. പാടി തകർക്കുമല്ലേ. ജൂണിച്ചനൊന്ന് ആഞ്ഞു ശ്രമിച്ചതുകൊണ്ട് ഈ വീഡിയോ നന്നായിട്ടുണ്ട്. ഇതൊക്കെ എന്ത്? നെക്സ്റ്റ് ഞാൻ ചെയ്തത് അത്ര ഫണ്ണി അല്ലാത്ത വീഡിയോ ആയതുകൊണ്ട് അത് സ്കിപ്പ് അടിക്കാം. നെക്സ്റ്റ് പേഷ്യന്റ്. നമ്മളിവിടെ വന്നത് എന്തിനാന്നറിയാ? ഒരു മുട്ടപ്രയോഗത്തിനാ. നിക്കി മിസരി പൊന്നിന്റെ തട്ടമിട്ട് അന്നെ കാണാൻ സ്വർഗത്തിലെ മാലാകയെ പോലുണ്ട്. നമ്മളെ കളിയാക്കല്ലേ? ഓടല്ലേ? ആട്ടോണ്ട് ഒന്ന് നിക്കി. ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. അണ്ണന്റെ മുട്ടപ്രയോഗം ലേശം കൂടുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാന്ന് അറിഞ്ഞൂടാ, ഈ സുരാജിന്റെ ക്യാരക്ടേഴ്സ് നമ്മുടെ അണ്ണന് പെർഫെക്റ്റ് മാച്ച് ആണ്. അതുകൊണ്ടാണോ എന്തോ ഈ വീഡിയോക്ക് കുറച്ച് വർക്കത്തുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. This is not a job. This is Patra moral. The moral is don't take avation. Hello. Fast. What are you doing? Fast and furious. എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പണിയെടുത്ത് ജീവിക്കേണ്ടി വരുമെന്ന്. നെക്സ്റ്റ് വെസൽ. ഇത്രയ്ക്ക് അനുസരണം വേണേട്ടാ. ഞാൻ ആദ്യമായി ചെയ്യുന്നതിൽ ഇത്ര അടിപൊളിയായിട്ട് പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോ ഒരുപക്ഷെ ഇതായിരിക്കും. ഈ വീഡിയോയ്ക്ക് അന്ന് ഏകദേശം നല്ല വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു. ഇതിൽ സിറ്റുവേഷൻസും ലിപ് സിങ്കിങ്ങും ഒക്കെ തരക്കേടില്ലാണ്ട് പോയിട്ടുണ്ട്. ആൻഡ് ക്യാമിയോയിൽ വന്ന ഹോബയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. കം ഓൺ ഗൈസ്. എന്താ എന്താ? ഒന്നുമില്ല കുട്ടിക്ക്, ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. അത്യാവശ്യം ഇതും തിരക്കേടില്ലാത്ത വീഡിയോ ആണ്. JKനെ BTS മെമ്പേഴ്സ് പാമ്പർ ചെയ്യുന്നൊരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയ ഐഡിയയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു വീഡിയോ ആണിത്. പിന്നെ അന്ന് ഒട്ടുമിക്ക എല്ലാ ഡേയ്സും ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്യും. സാധാരണ എല്ലാവരും ഒരു വീഡിയോ ഇറക്കുന്നത് ഡബിൾ ചെക്കിന് ശേഷമായിരിക്കും. പക്ഷെ ഇവിടെ ഡബിൾ അല്ല, ടെട്രാ പ്യൂരിറ്റി ചെക്സ് കഴിയണം. മനസ്സിലായില്ലേ? അമ്മയും അനിയത്തിമാരും ചെക്ക് ചെയ്ത് ഓക്കെ ആയി. ഫൈനൽ എൻ്റെ ഒരു ചെക്ക് കൂടെ കഴിഞ്ഞേ വീഡിയോ പുറത്തിറങ്ങും. സോ അത്രയും പാഷനും ആത്മാർത്ഥത എനിക്കുണ്ടായിരുന്നു അന്ന്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് വീഡിയോ ആയതുകൊണ്ട് ഇന്ന് തൽക്കാലം ഇത്രയും മതി. നിങ്ങൾക്ക് ഇനിയും എൻ്റെ കലാവിരുതുകൾ കാണണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ ഇതിന്റെ പാർട്ട് 2 ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഗൈസ്, എനിക്ക് എവിടെ കൂടെയൊക്കെയാണ് പണി വരുന്നതെന്ന് അറിയില്ല. ഞാൻ ഹാർഡ്ലി ഇത് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ്
കംപ്ലീറ്റ് ആക്കി വെച്ചിരുന്നതാണ്. പക്ഷെ എങ്ങനെയാണെന്നറിയില്ല, ആപ്പ് തന്നെ അൺഇൻസ്റ്റാൾ ആയി പോയി. ഞാൻ ചെയ്തു വെച്ചിരുന്ന എല്ലാം പോയി. ഇപ്പൊ ഞാൻ ഒന്നേന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും എനിക്ക് ടൈം വേണ്ടി വരും. നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനത്തെ അത്ഭുത കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല സമയദോഷമുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.